നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. നിങ്ങളുടെ അഭിവാദ്യങ്ങൾ. ഒന്നായി ചേരാൻ അണിചേരാം, നീതിക്കായി തീയാവാം, നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. മുനമ്പം നിവാസികൾക്ക് നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ ഐക്യദാർഢ്യം. സ്വന്തം ഭൂമിയുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പോരാടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും അൽമായ ഡയറക്ടർ ഫാദർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ KLCA രൂപതാ പ്രസിഡന്റ്, രൂപതാ ജനറൽ സെക്രട്ടറി, രൂപതാ ട്രഷറർ, രൂപതാ സോണൽ ഭാരവാഹികൾ, KLCA W വിൻസെന്റ് ഡിപ്പോൾ തുടങ്ങിയ സംഘടനകളിൽ നിന്നും 50ഓളം വിശ്വാസികളാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും മുനമ്പത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി എത്തിയത്. മുനമ്പം സമരം, ഭൂസമരം, തീരദേശ നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 37 ദിവസമായിട്ട് നിരാഹാര സമരം നടത്തുന്നത്. നിരാഹാര സമരത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അൽമായ ഡയറക്ടർ ഫാദർ അനിൽകുമാർ, KLCA രൂപതാ പ്രസിഡന്റ് ആൽഫ്രഡ് വിൽസൺ, ജനറൽ സെക്രട്ടറി വികാസ് കുമാർ, ട്രഷറർ രാജേന്ദ്രൻ, ആനിമേറ്റർ സജി, KLCA സോണൽ പ്രസിഡന്റ് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിന് ഉടൻ പരിഹാരമായില്ലെങ്കിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നീതി കിട്ടുന്നതിന് വേണ്ടി സമരമുഖത്ത് ഇറങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു. എല്ലാവർക്കും സ്നേഹവും സഹോദര്യവും നിനക്കുപരിയായി അന്യൻ്റെ ഒന്നും മോഹിക്കാത്ത നമ്മുടെ തന്നെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ. നമ്മുടെ വിശ്വാസം നമ്മൾ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. അധ്വാനിക്കുക, നെറ്റിയിലെ വേർത്തുകൊണ്ട് അപ്പം ഭക്ഷിക്കുക, ഉള്ളത് അധ്വാനിച്ച് നേടുന്നത് പരിപാലിക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ കൂടെ അനുഗ്രഹമായിട്ട് കരുതുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആരുടെ ഉപകാരം വഞ്ചിച്ച് എടുക്കാത്തവർ തന്നെയാണ് നമ്മൾ. അന്യൻ്റേത് ഒരു കാരണവശാലും അനീതിപരമായി വന്നു ചേരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഓരോ ദിവസവും നമ്മുടെ അധ്വാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. നിയമങ്ങളും നിയമസംഹിതകളും ഒക്കെ ആർക്ക് വേണ്ടിയാണ് എന്ന് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നീതിമാൻ ബലിയർപ്പിക്കപ്പെട്ടു, കുരിശിൽ നമുക്ക് വേണ്ടി പാപരഹിതനായ ഈശോ പാപികളായ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ. നമുക്ക് വേണ്ടി ഈശോ ക്രൂശിൽ മരിച്ചത് എന്നും നമ്മളെ ക്രൂശിക്കാൻ വേണ്ടി അല്ല എന്നതുകൂടെ നമ്മൾ ഉറപ്പോടെ പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥ കൂടി നമുക്ക് കൈവന്നു പോയത് നിർഭാഗ്യമാണ്. ക്രിസ്തുവിനെ പോലെ ക്രൈസ്തവരെ എന്നും ക്രൂശിക്കാം എന്ന ഒരു ചിന്തയും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉടലെടുത്തു വരുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം, ഈ പള്ളിയുടെ നടയിൽ ഈ സമരം നടത്തുമ്പോൾ ക്രൈസ്തവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചാൽ ഈ ഒരു പ്രശ്നത്തെ അവഗണിച്ച് കളയാം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാമെന്നതിന്റെ ഒരു ഗൂഢതന്ത്രം നമ്മളൊക്കെ കാണുന്നുണ്ട്. ക്രൈസ്തവ സഭയ്ക്കെതിരെ ഈ ഒരു വലിയ പ്രശ്നത്തെ, ഒരു ജീവിത പ്രശ്നത്തെ വഴിതിരിച്ചു വിട്ടാൽ എളുപ്പത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് ഈ ഒരു പ്രശ്നത്തിന്റെ പുറകിലുള്ളവർ നന്നായി കരുതുന്നുകൊണ്ട് അത് അവരുടെ നല്ല തന്ത്രവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ജീവിത പ്രശ്നമോ മനുഷ്യാവശ്യ പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ ഇതൊരു കടന്നുകയറ്റമായിട്ടോ ഒന്നും കരുതാതെ നിയമത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അല്ലെങ്കിൽ ഭാഗികമായ ഒരു സൈഡ് പിടിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനം കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തെ നമ്മൾ വെറുതെ ഒരു വർഗീയ പ്രശ്നമാക്കി മാറ്റുന്നു എന്ന് നമ്മുടെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. സർക്കാരുകൾ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ മറ്റൊരു ദുരന്തം കൂടിയാണ് ഇവിടെ നമ്മൾ ഈ ഒരു വെയിലത്ത് ഇവിടെ ആയിരിക്കേണ്ട ഗതികളിലേക്ക് നമ്മെ തള്ളിവിട്ടതും. നമ്മളറിയാതെ പല ഗൂഢമായ നീക്കങ്ങളും പലരും നടത്തുന്നു എന്നത് ഇപ്പോഴും നിഷ്കളങ്കരായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ
മറ്റൊരു ഉദാഹരണം കൂടെയാണ് ഈ ഒരു പ്രശ്നം. തീരദേശത്ത് താമസിക്കുന്ന ജനത അവർ കടലിന്റെ നേരിനോട് മല്ലിട്ട് ജീവിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു പ്രശ്നത്തിന്റെ ഓരോ വശങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ആസൂത്രണവും കൃത്യമായ ഭാഗികമായിട്ടുള്ള ഒരു മറഞ്ഞു നിന്നുകൊണ്ടുള്ള നിയമനിർമ്മാണവും നിയമത്തിന്റെ പുറകെ വ്യാഖ്യാനമൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഒരു കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹമായിട്ട് ഈ ഒരു പ്രശ്നം സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ്: അത് കമ്മീഷനൊക്കെ വെറുതെ അടച്ചോ, എന്തെങ്കിലും എഴുതി കൊടുത്താൽ അടിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കമ്മീഷനെ ചെയർമാൻമാര് സർക്കാർ നിശ്ചയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ വലിയൊരു മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്. ഈ സമരത്തിന് ഒറ്റ മനസ്സോടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഈ സമരഭടന്മാർക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഇത് 37 ദിവസം കൊണ്ട് നിങ്ങൾ മാറി മാറി ഇവിടെ സമരം ചെയ്യുകയാണ്. അതിനുള്ള ഊർജം തരുന്ന സർവശക്തന് ആദ്യമേ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സമരം നമ്മുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ ഡയറക്ടേഴ്സിനും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ സമരം ഇവിടെ തീർന്നില്ല എങ്കിൽ നമ്മൾ നെയ്യാറ്റിൻകര രൂപതയിൽ നിന്നും അതിൻ്റെ ചന്തവലികളും അതിൻ്റെ പ്രവർത്തനങ്ങളും അവിടെ നിന്നും ഉണ്ടാവും. അതിന് നിങ്ങൾക്കുള്ള എല്ലാ അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സമരത്തിനുള്ള ശക്തമായ പിന്തുണ നെയ്യാറ്റിൻകര രൂപതയിൽ നിന്നും ലത്തീൻ കത്തോലിക്ക സഭയുടെ KLCയുടെ കമ്മിറ്റികളിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ സമരം ഈ 22-ാം തീയതി മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? ആ മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ പോസിറ്റീവായോ നെഗറ്റീവായോ എന്ത് തന്നെയായാലും ശരി, നെഗറ്റീവായ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് അവിടെ ഒരു വലിയൊരു സമരപന്തൽ തീർച്ചയായിട്ടും ഉണ്ടാവും നെയ്യാറ്റിൻകരയിൽ. അതിന് നമ്മുടെ പിന്തുണ നമ്മൾക്ക് അറിയിക്കുകയാണ്. ഈ സമരത്തിൻ്റെ ഇന്ന് നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചരിത്രങ്ങളും ഒത്തിരി കഥകളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. ഒത്തിരി പേര് ഇതിനൊരു എന്താ പറയുക, ഒരു ബിസിനസ്സായിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തെ കുറിച്ചൊക്കെ. ഇത് ഒത്തിരി ഏകദേശം 800ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ 600ഓളം കുടുംബങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ക്രിസ്ത്യാനികളാണ് ഇവിടെ താമസിക്കുന്നത്. ക്രിസ്ത്യാനികളായിട്ടുള്ള ലത്തീൻ കത്തോലിക്ക ആൾക്കാരാണ്. ഈ 600ഓളം കുടുംബങ്ങൾ ഇവിടെ അധിവസിക്കുന്ന ഈ ഭാഗത്ത് ഈ കുടുംബങ്ങളെയൊക്കെ മറ്റ് രാഷ്ട്രീയപരമായ രീതി ഒരു ചട്ടുകങ്ങളാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ചില രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് അത് പച്ചയായ ഒരു കാര്യമാണ്. അതിനൊന്നിനും നിങ്ങൾ വീട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സമരത്തിന് വ്യക്തമായിട്ടുള്ള ഒരു നീതി, കൃത്യമായ നീതി നടപ്പിലാകുന്നതുവരെ ഈ സമരം തുടരണം. ആ സമരത്തോടൊപ്പം നെയ്യാറ്റിൻകര രൂപത ഒപ്പമുണ്ടാകും. ഒപ്പം KLCA എന്ന ഒരു പ്രസ്ഥാനമുണ്ട് നമുക്കിവിടെ. ആ KLCA കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വവും നിങ്ങളുടെ ഒപ്പം ഉണ്ടാണ്. ഈ സമരത്തിന് തുടക്കം മുതൽ എനിക്ക് തോന്നുന്നു ആ KLCA എന്ന സംഘടന കൂടി ഇതിനോടൊപ്പം ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിലനിൽപ്പിനായുള്ള ഈ സമര പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ചേരുക എന്നതാണ് നമ്മുടെയും കർത്തവ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര രൂപതയിൽ നിന്ന് ഇത്രയും ദൂരെയായിട്ട് പോലും നിങ്ങളെ എല്ലാവരെയും നേരിട്ട് കാണുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുവാനും ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിലനിൽപ്പിന്റെ ഞങ്ങളുടെ അവകാശം ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഞങ്ങൾക്കിവിടെ ജീവിക്കാനും ഞങ്ങൾക്ക് താമസിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അറ്റത്തെ നെയ്യാറ്റിൻകര രൂപതയിൽ നിന്നുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലത്തീൻ കത്തോലിക്കരുടെ എല്ലാ രൂപതകളിൽ നിന്നും ഇപ്പോൾ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. 12 രൂപതകളിൽ നിന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല അച്ഛന്മാരും അതുപോലെ തന്നെ മെത്രാന്മാരും പല ആത്മായ കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി നന്ദി പറയുകയാണ്. ഒരു സഹോദരൻ പറയുകയുണ്ടായി, രാവിലെ 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴാണ് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിന് ഞങ്ങളെ പ്രതി, പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പ്രതി നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുകയാണ്.